അല്ലെ? യുദ്ധം പോലും സ്വധർമ്മമാണെങ്കിൽ യുദ്ധം പോലും ശ്രേയസ്കരമാണ് എന്ന് പറഞ്ഞു. നേരെമറിച്ച് പരധർമ്മമാണെങ്കിലോ അത് സന്യാസമാണെങ്കിലും ഭയാവഹമാണ്, ഭയം ഉളവാക്കുന്ന പാപമാണ് എന്നാണ് പറഞ്ഞത്. അല്ല, കഴിഞ്ഞ ശ്ലോകത്തിൽ അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഓരോരുത്തരും സ്വധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്, പരധർമ്മം അന്യധർമ്മം അനുഷ്ഠിക്കേണ്ട കാര്യമില്ല, സ്വധർമ്മം അനുഷ്ഠിക്കണം. ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ അർജുനൻ ഉണ്ടായ ഒരു സംശയമാണ്, എന്താണെന്നറിയാമോ? അങ്ങനെയാണ് പറഞ്ഞല്ലോ. അപ്പൊ പരധർമ്മം അത് സന്യാസമാണെങ്കിലും അത് ഭയാവഹമാണെന്ന് പറഞ്ഞു, പാപമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അർജുനന്റെ സംശയം എന്നാണ്, അപ്പൊ ഒരു കർമ്മത്തെ പാപമാക്കി തീർക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഘടകം ഏതാണ് എന്ന് ഒരു സംശയം വരുന്ന അർജുനൻ. കാരണം അർജുനൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംശയം വരാം, അല്ലെ? എന്തിനാണ് അങ്ങനെ പരധർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ പാപകർമ്മം ചെയ്യുന്നത്, എന്തിനാണ്? അങ്ങനെ ഒരു സംശയം വരാം. അപ്പൊ ആ സംശയം അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അടുത്ത ശ്ലോകം 36-ാമത്തെ ശ്ലോകം. അർജുന ഉവാച അത കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അടുത്ത അർജുനന്റെ സംശയം ഇതാണ്. അത കേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. എന്താണ് വാർഷ്ണേയ? കൃഷ്ണനെ അഡ്രസ് ചെയ്യാണ്, അല്ല? കൃഷ്ണ വൃംഷിവംശത്തിൽ പിറന്ന അല്ലയോ കൃഷ്ണ. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയൊക്കെയാണെങ്കിൽ പറഞ്ഞു, സ്വധർമ്മമാണ് ശ്രേയസ്കരമായിരിക്കുന്നത്, പരധർമ്മം എന്താണ് ഭയാവഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അനിമൽസിനെ കൊല്ലുന്നതും കഴിക്കുന്നതും സ്വധർമ്മമാണോ? പാപം ഉണ്ടാവില്ലേ? സ്വധർമ്മമാണെങ്കിൽ പാപം ഉണ്ടാവില്ല, പരധർമ്മമാണെങ്കിൽ പാപം ഉണ്ടാവും. പക്ഷെ എങ്ങനെ അറിയാൻ പറ്റുക? അല്ലെ? അത് നമ്മൾ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ചിലപ്പോ പരധർമ്മമാവാം, അതിനെ നമ്മൾ സൗകര്യപൂർവ്വം സ്വധർമ്മമാണെന്ന് വ്യാഖ്യാനിക്കും, കാരണം നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ കൃഷ്ണനോട് ചോദിക്കുകയാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ? സ്വധർമ്മമാണ് ശ്രേയസ്കരം, പരധർമ്മം ഭയാവഹമാണ്, പാപമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പോ അനിച്ഛന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സിൽ ചെയ്യണമെന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും പാപം ചെയ്യുന്നു, അല്ലെ? പലരും അങ്ങനെയുണ്ട്, ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ ചെയ്തു പോവുകയാണ് പലപ്പോഴും. അപ്പൊ എന്ത് കാരണത്താൽ, എന്താണ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ബലം പ്രയോഗിച്ച് ശക്തിപൂർവം നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് പോലെ ആളുകൾ പാപം ചെയ്യുന്നുണ്ടല്ലോ, പാപം ചെയ്യാൻ ഇടയാവുന്നുണ്ട്. അപ്പോ അതിനെന്താ കാരണം? എന്താണ് അതിനെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് പാപം ചെയ്യാൻ എന്ന് ചോദിക്കണം, അല്ലെ? അങ്ങനെ ഒരു സംശയം വരാം. ഇത് പറഞ്ഞു സ്വധർമ്മമാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞു, എന്നാ പിന്നെ എന്തിനാണ് ആളുകൾ പാപം ചെയ്യുന്നത്? അല്ലെങ്കിൽ ആളുകളെ പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ എന്താണ്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? ചോദ്യം മനസ്സിലായല്ലോ എല്ലാവർക്കും? നമുക്ക് ഇത് അറിയേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പാപകർമ്മങ്ങൾ നിർവഹിക്കുന്നത്? അപ്പൊ അതാണ് ചോദിക്കുന്നത്, അല്ലയോ കൃഷ്ണ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മനുഷ്യന് ആഗ്രഹമില്ല. അപ്പോ പാപം ചെയ്യണമെന്ന് ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഏതോ ഒരു ശക്തിയുടെ പ്രേരണ കാരണം പാപം ചെയ്യാൻ ഇടവരികയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, അറിയാതെ പറ്റിയതാണ് കേട്ടോ, സംഭവിച്ചതാണ് എന്നൊക്കെ നമ്മൾ പറയും, ക്ഷമിക്കണം എന്നാണ് പറയാ. അപ്പൊ എന്താണ് ആളുകളെ എങ്ങനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ബലാധിപ നിയോജിത എന്ന്, ശക്തി പ്രയോഗിച്ചു, ബലം പ്രയോഗിച്ച് അത് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ലോകത്ത് എന്താണ്, ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്, അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്, ക്രൂരമായി പെരുമാറുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവരൊക്കെ വേണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ കർമ്മം ചെയ്യണമെന്ന് കരുതാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ അവർക്ക് അറിയാം. അപ്പൊ പല ആളുകൾക്കും തെറ്റ് ചെയ്യരുത്, അധർമ്മം പ്രവർത്തിക്കരുത്, നല്ല ആളുകളെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പലർക്കും. അതേപോലെ തന്നെ അവര് ചെയ്യുന്ന കർമ്മങ്ങൾ, ചെയ്യുന്ന പ്രവർത്തികളിൽ പലതും ചെയ്യാൻ പാടില്ലാത്തതാണ്, അരുതാത്തതാണ്, വേണ്ടാത്തതാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്, അവർക്ക് അറിയാം.
പക്ഷെ എന്നാലും ആ പ്രവൃത്തി ചെയ്തു പോവുകയാണ്. ശരിയാണോ? നമ്മളും അങ്ങനെയാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പറ്റാറുണ്ട്. നമുക്ക് വേണം ഇല്ല, അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ നമ്മൾ അത് ചെയ്തു പോകുന്നു. അല്ലെ? ശരിയല്ല? അർജുനനും ഇതേ സംശയമാണ് ചോദിക്കുന്നത്. അങ്ങനെ ചെയ്തു പോകുന്നു. അപ്പൊ അതിനെന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ അർജുനന് തന്നെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ ഇടയായിട്ടുണ്ട് എന്ന് പറയാം. അല്ലെ? ചെയ്യാൻ പാടാത്ത പല കാര്യങ്ങളും ചെയ്ത്. അപ്പൊ കർമ്മമാർഗത്തില് മനുഷ്യന്റെ എന്താ പറയാ ഒരു നിസ്സഹായാവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. കാരണം അറിയില്ല എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു. അപ്പൊ ഇതിനെന്താണ് കാരണം എന്നാണ് അർജുനന്റെ ചോദ്യം. അതാണ്. ഇനി അതിനുള്ള മറുപടിയാണ് ഭഗവാൻ പറയുക. എന്തുകൊണ്ടാണ് ആളുകൾ തെറ്റായ കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാവുന്നത്. 37-ാമത്തെ ശ്ലോകത്തിൽ. ശ്രീ ഭഗവാനുവാചാം കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. അതാണ് കാരണം പറയുന്നത്. മനസ്സിലായോ? എന്താണ് കാരണം? കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ഭഗവാൻ പറയുന്ന മറുപടിയാണ് അർജുനന്റെ ചോദ്യത്തിന്. എന്താണ് കാരണം? അപ്പോ മനുഷ്യനെ കൊണ്ട് ബലാത്കാരമായിട്ടല്ല, ബലം പ്രയോഗിച്ച് പാപം ചെയ്യിക്കുന്ന ആ കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? രജോ ഗുണ സമുദ്ഭവ കാമാണ്. രജോ ഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ള, രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന, അതേപോലെ തന്നെ രജോ ഗുണത്തിനെ വർദ്ധിപ്പിക്കുന്നതായ കാമമാണ് ആളുകളെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ കാമം എന്താന്നുള്ളത് പറയുന്നുണ്ട്. എന്താണ് ഈ കാമം? അപ്പൊ ഈ കാമം തന്നെയാണ് അത് നടപ്പിലായില്ലെങ്കിൽ അതിൽ തടസ്സം സംഭവിച്ച എന്ത് സംഭവിക്കുക? ഈ കാമം ക്രോധമായി മാറും. നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? കാമം ക്രോധമായി മാറുന്നു. പിന്നെയോ ഇപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമം എന്ന് പറയുന്നത് അനുഭവിക്കും തോറും ഇനിയും വേണമെന്ന് തോന്നിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കും തോറും ഇനിയും കൂടുതലായിക്കൊണ്ടേയിരിക്കും അത് വേണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനിയും വേണം തോന്നുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പൊ എന്ത് പാപം ചെയ്യാനും തയ്യാറാണ്. അതിനുള്ളൊരു പ്രേരണ ഉള്ളിലുണ്ടാവും. അത് ഈ കാമമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ കാമം എന്ന് പറയുന്നത് ഈ ജ്ഞാനമാർഗത്തിലെ വൈരിണം വിദ്ധി എന്നാണ്, ശത്രുവാണ് എന്നാണ് പറയുന്നത്. ജ്ഞാനമാർഗത്തിലെ ശത്രുവാണ് ഈ കാമം. അപ്പൊ ഈ പാപം ചെയ്യാനുള്ള പ്രേരണ വരുന്നത്, എന്ത് തെറ്റും ചെയ്യാനുള്ള, നമ്മൾ കാണുന്നുണ്ടല്ലോ നമുക്ക് ചുറ്റും അല്ലെ? ആളുകള് പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ തെറ്റുകളാണ് ആളുകൾ ചെയ്യുക, എന്തൊക്കെ പാപം ചെയ്യാനാണ് തയ്യാറാവുന്നത് അവർക്ക് ചില നേട്ടങ്ങൾക്ക് വേണ്ടി. അപ്പൊ ആ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആഗ്രഹമാണ്. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് കാമം എന്ന് പറയുന്നത്. അപ്പോ ഇത് ഉണ്ടാവുന്നത് രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഉള്ളിൽ രജോ ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ കാമം ഉണ്ടാവും, പലതിനോടും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ രജോ ഗുണത്തിനെ വർദ്ധിപ്പിക്കുന്നതും ഈ കാമമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാമം ഉള്ളിൽ ഉണർന്നു വന്നു, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ആഗ്രഹം ഉള്ളിൽ ഉണർന്നു വന്നു. ഇനി അതിന് തടസ്സം ഉണ്ടായി കഴിഞ്ഞാലോ അത് ദേഷ്യമായി മാറും, ക്രോധമായി മാറും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാമം എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മള് കാര്യങ്ങൾ അനുഭവിക്കും തോറും വീണ്ടും വീണ്ടും അത് വളരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത് വളരുമ്പോ എന്താ സംഭവിക്കുക? എന്ത് പാപം ചെയ്യാനും ഉള്ള പ്രേരണ ഉണ്ടാവും ഉള്ളില്. അത് ഈ കാമം തന്നെയാണ് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഈ കാമം ജ്ഞാനമാർഗത്തിലെ ഒരു ശത്രുവാണ് എന്നറിയാനാണ് പറയുന്നത്. ശത്രുവായിട്ട് കണക്കാക്കണം എന്ന് പറയും. രജോ ഗുണ സമുദ്ഭവ കാമ. അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള ആഗ്രഹം, അതിനാണ് കാമം എന്ന് പറയും. അപ്പൊ ഈ കാമം രണ്ടു തരത്തിലുണ്ടാവും. സത്വഗുണത്തിൽ നിന്നും കാമം ഉണ്ടാവും, രജോ ഗുണത്തിൽ നിന്നും കാമം ഉണ്ടാവും. രണ്ട് രീതിയിലും വരാം. നമ്മുടെ ഉള്ളിൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴും ആഗ്രഹങ്ങൾ വരാം, രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴും ആഗ്രഹം വരാം. അപ്പോ എന്താണ് ഈ സാത്വികമായിട്ടുള്ള കാമം എന്ന് പറഞ്ഞാൽ? സത്വഗുണത്തിനോടനുബന്ധിച്ചുള്ള കാമം എന്ന് പറയുന്നത് നമ്മള് ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കി വെക്കുന്നു അല്ലെ? എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. അത് തീരുമാനിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മവാസനകളെ
ക്ഷയിപ്പിക്കാനായി സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ആ കാമം, ആ ആഗ്രഹം, അതിന് സാത്വിക കാമം എന്നാണ് പറയുന്നത്. അത് നല്ലതാണ്. കാരണം ഇവിടെ നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, തന്റെ കർമ്മവാസനകളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്, സ്വധർമ്മ അനുഷ്ഠാനത്തിലാണ് കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനായിട്ട് അതിനനുസരിച്ച് കർമ്മം ചെയ്യല്. അതിനനുസരിച്ചുള്ള കാമമുണ്ട്, ആഗ്രഹങ്ങൾ ഉണ്ടാവും മനസ്സിൽ. അതുകൊണ്ട് കുഴപ്പമില്ല, അത് സാത്വികമായിട്ടുള്ള കാമം നല്ലതാണ് എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, സാത്വികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് വരുന്നതെങ്കിൽ അത് നടന്നാലും നടന്നിട്ടില്ലെങ്കിലും മനസ്സ് സമനിലയിലായിരിക്കും, സത്യം എന്താന്നുള്ള ബോധവും നിലനിൽക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാമം സാത്വികമായിട്ടുള്ള കാമമാണെങ്കിൽ അത് നമ്മൾ അനുഭവിക്കും തോറും ഉള്ളിലൊരു സംതൃപ്തി, ഇനി വേണ്ട എന്നുള്ള അവസ്ഥയാണ് വരും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയാവും. അപ്പൊ സാത്വികമായിട്ടുള്ള ആഗ്രഹങ്ങളാവാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അത് നമ്മൾ ആ ആഗ്രഹങ്ങൾ സാധിക്കും തോറും ഉള്ളില് ഒരു സംതൃപ്തി അനുഭവിക്കും. എന്ന് മാത്രമല്ല, ആ സംതൃപ്തി വന്നു കഴിഞ്ഞാൽ ഇനി വേണ്ട എന്നാണ് തോന്നുന്നത്, വിരക്തി വരും അത്തരം കാര്യങ്ങളോട്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇവിടെ ആത്മബോധം, അല്ലെ, ആ ലക്ഷ്യം, ആത്മബോധവുമുണ്ട്, അതേസമയം എന്താണ്, ആത്മസാക്ഷാത്കാരം, അതാണ് ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സാത്വികമായിട്ടുള്ള കാമങ്ങൾ ഉണ്ടാവുമ്പോൾ അത് സാധിച്ചാലും തൃപ്തി വരും, സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല, അതോടുകൂടി തീർന്നു എന്നർത്ഥം. പക്ഷേ നേരെ മറിച്ച് ആത്മബോധമില്ലാതെ, സത്യം എന്താന്നുള്ള ബോധമില്ലാതെ ഭൗതിക തലത്തിലുള്ള ലക്ഷ്യമാണുള്ളതെങ്കിൽ, നേരത്തെ പറഞ്ഞത് ആത്മീയ ലക്ഷ്യമാണുള്ളത് അല്ലെ, ആത്മലക്ഷ്യം, ആത്മാവിനെ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ ഇവിടെ ഭൗതിക കാര്യങ്ങളിലാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? കർമ്മവാസനകൾ കൂടും എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ കർമ്മവാസനകൾ കൂടും. കർമ്മവാസനകൾ കൂടി എന്ത് വക്രബുദ്ധിയും കാണിക്കും എന്നാണ് പറയുന്നത്. ഏത് വളഞ്ഞ മാർഗവും സ്വീകരിക്കും. എന്തിന്? ആ ആഗ്രഹം നടപ്പിലാക്കാനായിട്ട്, ആ കാര്യം സാധിക്കാനായിട്ട് ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കും. ഇതിന് രാജസ കാമം എന്നാണ് പറയുന്നത്. മനസ്സിലായോ വ്യത്യാസം? ഇതാണ് രാജസ കാമം. അപ്പൊ അത് ഭൗതിക ലക്ഷ്യമാണ് വെച്ചിരിക്കുന്നത്, ഭൗതിക തലത്തിലാണ് നിന്റെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആത്മബോധത്തെ കുറിച്ചില്ല, ആത്മബോധം തീരെ ഇല്ല, സത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധവുമില്ല. അപ്പൊ അതാണ് രാജസ കാമം. അപ്പൊ എന്ത് തെറ്റ് ചെയ്തിട്ടായാലും, ഏതൊരു തരത്തിലായാലും അത് നേടുക എന്നുള്ളതാണ്. അതാണ് രാജസ കാമം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇതില് ആ കാമം നടന്നില്ലെങ്കിൽ, അത് ഫലിച്ചില്ലെങ്കിൽ, ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മനസ്സിന് നിരാശ ഉണ്ടാവും. മനസ്സിന് നിരാശ ഉണ്ടാവുക കഴിഞ്ഞാൽ അതിന് ക്ഷോഭം ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? സത്യത്തിൽ നിന്ന് അകന്നു പോകും, ദൂരേക്ക് പോകും. നടന്നില്ലെങ്കിൽ, ഇനി നടന്നു കഴിഞ്ഞാലോ, ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലോ, അപ്പോഴും കർമ്മവാസന ഉണ്ടാവുന്നുണ്ട്, അഹങ്കാരം ഉണ്ടാവുന്നുണ്ട്, അപ്പോഴും സത്യത്തിൽ നിന്ന് അകലും. അപ്പൊ രാജസികമായിട്ടുള്ള കാമമാണെങ്കിൽ, രാജസികമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ, അത് നടന്നാലും അത് സാധിച്ചാലും സത്യത്തിൽ നിന്ന് അകന്നു പോകും, നടന്നില്ലെങ്കിൽ സത്യത്തിൽ നിന്ന് അകന്നു പോകും. നേരെ വെച്ച് സാത്വികമായിട്ടുള്ള കാമമാണെങ്കിലോ, അത് നടന്നു കഴിഞ്ഞാൽ, നടന്നാലും നടന്നില്ലെങ്കിലും മനസ്സ് സമനിലയിലായിരിക്കും എന്ന് പറഞ്ഞു. കാരണം സത്യബോധമുണ്ട്, മനസ്സ് സമനിലയിലായിരിക്കും. ഇനി നടന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംതൃപ്തി ഉണ്ടാവും, അത് അനുഭവിച്ചതിന്റെ സംതൃപ്തി ഉണ്ടാവും, അതോടുകൂടി അത് വിട്ടുകളയും എന്നാണ് പറയുന്നത്. അതാണ് സാത്വികമായിട്ടുള്ള കാമം. അപ്പൊ രാജസികമായിട്ടുള്ള കാമാണെങ്കിൽ നമ്മളെ സത്യത്തിൽ നിന്ന് ദൂരേക്ക് പോകും എന്നാണ് പറയുന്നത്. ഇനി മാത്രമല്ല, ഇനി അത് നടന്നില്ല എന്ന് വിചാരിക്കുക, അത് നടക്കാതിരിക്കാൻ കാരണക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അത് നടക്കാതിരിക്കാൻ ഇടയായത്, അതിനോടൊക്കെ ദ്വേഷ്യമുണ്ടാവും, ക്രോധമുണ്ടാവും. അത് ആളുകളാണ് അതിന് കാരണക്കാരായെങ്കിൽ അവരോട് ക്രോധമുണ്ടാവും. അപ്പോ ഫലിക്കുകയാണെങ്കിൽ ആ കാമം എന്താണ്? വീണ്ടും വീണ്ടും അനുഭവിക്കാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും. കാരണം അത് എത്ര അനുഭവിച്ചു കഴിഞ്ഞാലും അതിന് തൃപ്തി വരില്ല. അതാണ് രാജസികമായിട്ടുള്ള കാമം. അങ്ങനെയാണ്, അനുഭവിക്കും തോറും ഇനിയും വേണമെന്നുള്ള തോന്നലാണ് ഉണ്ടാവുക. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ നെയ്യ് ഒഴിച്ച് എങ്ങനെ ഉണ്ടാവും? ആളിക്കത്തും അത്, അല്ലെ, ആളിക്കത്തും. അതേപോലെയാണ് രാജസികമായിട്ടുള്ള കാമം. അത് അനുഭവിക്കും തോറും, ഫലിക്കും തോറും കൂടുതൽ കൂടുതൽ അതിലേക്കുള്ള ആഗ്രഹം വർദ്ധിക്കും. അപ്പോ അത് ഫലിക്കാത്തിടത്ത് എന്താ സംഭവിക്കുക? കാമം മഹാപാപമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ
എന്താണ് എന്തൊക്കെ തടസ്സങ്ങളാണോ ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ടാണ് പാപമാണ് പറയാനുള്ള കാരണമാണ് പറയുന്നത്. കാരണം ഈ രാജസികമായിട്ടുള്ള കാമം നടന്നില്ലെങ്കിൽ ആ കാമം ക്രോധമായി മാറും. ക്രോധമായി മാറി കഴിഞ്ഞാൽ പിന്നെ എന്ത് പാപം ചെയ്യാനും തയ്യാറാവും, പ്രതികാരം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് പാപം ചെയ്യാനും അതാണത്. അത് ഫലിക്കാത്തടത്ത് രാജസിക കാമം ഫലിച്ചിട്ടില്ലെങ്കിൽ ആ കാമം മഹാപാപമായി മാറും എന്ന് പറയാനുള്ള കാരണം അതാണ്. അവരെന്ത് പാപം ചെയ്യാനും തയ്യാറാവും. അപ്പൊ ഇങ്ങനെ കർമ്മവാസനകള് വർദ്ധിപ്പിച്ച്, കർമ്മവാസനകള് സഞ്ചയിച്ച്, മനസ്സ് ക്ഷോഭിച്ച്, പാപം ചെയ്ത് ആത്മാവിൽ നിന്ന് ദൂരേക്ക് പോയി ഈ രാജസിക കാമമുള്ളവര് ഒരു തൃപ്തിയുമില്ലാതെ അവർക്ക് നാശമാണ് ഫലം. അവര് പതിക്കാനിട വരും എന്നാണ് അവർക്ക് പിന്നെ ഉയർച്ച ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് രാജസ കാമം ജ്ഞാനമാർഗത്തിലെ ശത്രുവാണ് എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം. നമ്മൾ അതിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇത് പറഞ്ഞു, ജ്ഞാനമാർഗത്തിലെ ശത്രുവാണ് കാമം എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ഈ കാമം എങ്ങനെയാണ് ജ്ഞാനത്തെ തടയുക? അല്ലെ, അങ്ങനെ ഒരു സംശയം വരാം. ഈ കാമം എങ്ങനെയാണ് ജ്ഞാനത്തെ തടയുന്നത്? എങ്ങനെയാണ്? അതിനെന്താണ് കാരണം? അത് ഏത് രീതിയിലാണ് തടയുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ജ്ഞാനത്തിന് ഈ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ ഈ കാമം എങ്ങനെയാണ് ജ്ഞാനത്തെ, ഏതൊക്കെ രീതിയിലാണ് ജ്ഞാനത്തെ തടസ്സം ചെയ്യുന്നത്? അടുത്ത 38-ാമത്തെ ശ്ലോകത്തില് അതാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. 38-ാമത്തെ ശ്ലോകം ചൊല്ലുക. തുമേനാവ്രിയതേ വഗ്നി യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭ തഥാ തേനേദമാവൃതം. അതാണ്, ഈ രീതിയിലൊക്കെയാണ് അതിനെ സത്യത്തിനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ധൂമേന വ്രിയതേ വന്നി യഥാദർശോ മലേന ച യഥോൽബേന വൃതോ ഗർഭ തഥാ തേനേദമാവൃതം. ഇപ്പോ എന്താണ്? ധൂമേന ആവ്രിയതേ വന്നി. വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി. അഗ്നി എങ്ങനെയാണ് ആവരണം ചെയ്യപ്പെടുന്നത്? പുക കൊണ്ട്. അല്ലെ, പുക മൂടിക്കഴിഞ്ഞാൽ അഗ്നി മറഞ്ഞു പോകും. അഗ്നി നമ്മൾ കാണില്ല. ഉള്ളിൽ അഗ്നി ഉണ്ടാവും, പക്ഷെ പുക മൂടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതേപോലെ ആദർശ മലേന ച, ആദർശ എന്ന് പറഞ്ഞാൽ കണ്ണാടി. കണ്ണാടി എങ്ങനെയാണ് മറിയപ്പെടുന്നത്? അഴുക്കുകൊണ്ട്. അല്ലെ, നമ്മൾ മുഖം നോക്കണ കണ്ണാടിയിൽ മുഴുവൻ അഴുക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം കാണാൻ പറ്റില്ല. അല്ലെ, ശരിയല്ലേ? അതുപോലെ ഈ കാമം ആത്മാവിനെ തടയും എന്നാണ്, തടസ്സമാകും എന്നാണ് പറയുന്നത്, മറയ്ക്കും എന്നാണ് പറയുന്നത്. പിന്നെയോ വേറൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഗർഭ യഥാ ഉൽബേന ആവൃത. അപ്പൊ ഗർഭത്തിലുള്ള കുഞ്ഞ്, അതിനെ ഒരു നേരിയ തോല് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാവും ആ കുഞ്ഞിനെ. അല്ലെ, നേരിയ ഒരു തോല് കൊണ്ട് ആ കുഞ്ഞിനെ ആവരണം ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ജ്ഞാനത്തെ ഈ കാമം മൂടിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്, ആവരണം ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ 3 ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അഗ്നി പുക കൊണ്ട് മൂടുന്നത് പോലെ, കണ്ണാടി അഴുക്കുകൊണ്ട് മൂടുന്നത് പോലെ, ഗർഭത്തിലുള്ള കുട്ടി നേരിയ തൊലി കൊണ്ട് മൂടുന്നത് പോലെ, കവർ ചെയ്തിരിക്കുന്നത് പോലെ, അങ്ങനെയാണ് ഈ ജ്ഞാനം കാമം കൊണ്ട് മൂടിയിരിക്കുന്നത് എന്നാണ്. ഇതിൽ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. അല്ലെ, 3 ഉദാഹരണങ്ങള് കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് 3 ഉദാഹരണങ്ങൾ പറയാനുള്ള കാരണം? അപ്പൊ ഈ ജ്ഞാനത്തിന് സംശയം ഇതാണല്ലോ, ജ്ഞാനത്തിന് അല്ലെങ്കിൽ ആത്മാനുഭവത്തിന്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാനുഭവം, ആത്മസാക്ഷാത്കാരം, ആത്മാനുഭവത്തിന് ഈ കാമം എങ്ങനെയാണ് തടസ്സമാവുക എന്നാണ്. ഈ കാമം, ആഗ്രഹങ്ങള്, ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങള് ആത്മാനുഭവത്തെ മറയ്ക്കും, അതിനെ മൂടി വയ്ക്കും എന്നാണ് പറയുന്നത്. അതിനെ ആവരണം ചെയ്തിരിക്കുന്നു, അതിനെ മറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ആഗ്രഹങ്ങള്, ഈ കാമം ആത്മാനുഭവത്തെ മറയ്ക്കുന്നത് എന്ന് 3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് 3 തലങ്ങളില്. ഇപ്പം ബോധം എന്ന് പറയുന്നത്, കോൺഷ്യസ്നെസ്, അത് അനുഭവിച്ചറിയേണ്ട 3 തലങ്ങളുണ്ട്. ഒന്ന് ഇന്ദ്രിയങ്ങളെ കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്. ഇതൊക്കെ ഈ ബോധം അനുഭവപ്പെടുന്ന തലങ്ങളാണ് ഈ 3, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധി. അപ്പൊ ഈ 3 തലങ്ങളിലാണ് ഈ ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ 3 തലങ്ങളില് നേരത്തെ പറഞ്ഞ 3 രീതിയിലാണ് ആവരണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 തലത്തിലും, ബുദ്ധിയുടെ തലത്തിലും ഈ ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നു,
മനസ്സിന്റെ തലത്തിലും ഇന്ദ്രിയങ്ങളുടെ തലത്തിലും ഈ കാമം പ്രവർത്തിച്ച് ഈ ആത്മാനുഭവത്തെ മൂടുകയാണ്, ബോധാനുഭവത്തെ മറക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ 3 തലങ്ങളിലും ഏത് രീതിയിലാണ് ഇതിന്റെ മറ സൃഷ്ടിക്കുന്നത്, അതിനാണ് 3 ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് ബുദ്ധി ഈ ആത്മാനന്ദത്തോട് ചേർന്ന് നിൽക്കുന്ന, അതിന്റെ അടുത്ത് നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത് അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങളില് എന്താണ്? ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങളില് ബുദ്ധിയാണ് ആത്മാവിനോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ബുദ്ധിയില് പുക എങ്ങനെയാണോ അഗ്നിയെ മറയ്ക്കുന്നത്, അത്ര ആത്മാനുഭവത്തെ മറയ്ക്കുള്ളൂ എന്നാണ്, ബുദ്ധിയുടെ തലത്തിൽ മറവ് അനുഭവപ്പെടുള്ളൂ എന്നാണ് പറയുന്നത്. പുക എങ്ങനെ മറയ്ക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, പുകയുണ്ടെങ്കിലും അഗ്നിയെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ശരിയല്ലേ? അപ്പൊ അഗ്നി ജ്വലിക്കുന്നുണ്ട്, അത് പുക കൊണ്ട് മൂടിയാലും അഗ്നി നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ബുദ്ധിയുടെ തലത്തിൽ ഈ കാമം ഉണ്ടെങ്കിലും ഈ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആത്മാനന്ദം അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബുദ്ധിയുടെ തലത്തില് അഗ്നിയിൽ എങ്ങനെയാണോ പുക, അഗ്നിയെ എങ്ങനെയാണോ പുക മൂടിയിരിക്കുന്നത്, അതുപോലെ മാത്രമേ ഉള്ളൂ ബുദ്ധിയുടെ തലത്തില് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഒരു കവറിങ് ഉണ്ട്. പൂർണ്ണമായിട്ടുള്ള അനുഭവം ഇല്ലെങ്കിലും കുറച്ചൊക്കെ അനുഭവിക്കാൻ പറ്റും, ആത്മാനന്ദം അനുഭവിക്കാൻ പറ്റും ബുദ്ധിയുടെ തലത്തില് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും. കാരണം ആ പുകയുടെ നീങ്ങി കഴിഞ്ഞാൽ അഗ്നി തെളിയാനായിട്ട് തുടങ്ങും അല്ലെ, അത് സ്വയമേവ തെളിഞ്ഞ് പ്രകാശിക്കും. സ്വയം പ്രകാശിക്കുന്ന മാത്രമല്ല, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കും. അതുപോലെ ആ ബുദ്ധിയുടെ തലത്തിലുള്ള കാമം മാറിക്കിട്ടി കഴിഞ്ഞാൽ ആത്മാവ് സ്വയമേ പ്രകാശിക്കും, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം സൂക്ഷ്മ ബുദ്ധിക്കാണ് ആത്മാവിനെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുക, അത് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഇനി രണ്ടാമത്തത് കണ്ണാടിയുടെ ഉദാഹരണം പറഞ്ഞു. എന്താണ് കണ്ണാടിയുടെ ഉദാഹരണം? കണ്ണാടി എന്ന് പറയുന്നത് വേറൊന്നിന്റെ പ്രതിബിംബം കാണാനുള്ള ഒരു ഉപകരണമാണ് അല്ലെ, ശരിയല്ലേ? അപ്പൊ കണ്ണാടിയുടെ മുന്നിൽ എന്ത് രൂപം കൊണ്ടുവച്ചാലും അതിനെ അതേപോലെ പ്രതിബിംബിച്ച് കാണിക്കും കണ്ണാടി, അതാണ്. പക്ഷെ ആ കണ്ണാടിയിൽ മുഴുവൻ ചളി പുരണ്ടു കഴിഞ്ഞാൽ, അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രതിബിംബം കാണില്ല അല്ലെ, ശരിയല്ല? നമ്മൾ മുഖം നോക്കിയാലും നമ്മളുടെ മുഖം കാണില്ല, കാണുന്നത് മുഴുവൻ അഴുക്കായിരിക്കും. അപ്പൊ അഴുക്ക് നീക്കം ചെയ്തു കഴിഞ്ഞാലോ, അഴുക്ക് നീക്കം കഴിഞ്ഞാൽ അതിന്റെ പ്രതിബിംബം അതിൽ കാണാൻ പറ്റും. അപ്പൊ ഈ മനസ്സ് പറയുന്നത് കണ്ണാടി പോലെയാണ് എന്നാണ് പറയുന്നത്. ആത്മാവിനെ പ്രതിബിംബിക്കുന്ന കാര്യത്തിൽ കണ്ണാടി പോലെയാണ്. കാരണം മനസ്സില് സങ്കല്പങ്ങളും വികല്പങ്ങളും നിറഞ്ഞതാണ് മനസ്സ് അല്ലെ, സങ്കല്പ വികല്പങ്ങളാണ് മനസ്സ് എന്ന് പറയും. അപ്പൊ ആ മനസ്സ് ആത്മാവിനെ പ്രതിബിംബിക്കുന്ന കാര്യത്തില് കണ്ണാടി പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മനസ്സില് കാമമാകുന്ന അഴുക്ക് അല്ലെങ്കിൽ കാമമാകുന്ന ആ ഒരു മറ ഉള്ളിടത്തോളം മനസ്സില് ശുദ്ധമായ ആത്മാവിന്റെ പ്രതിബിംബം അതിനകത്ത് പതിയില്ല എന്നാണ് പറയുന്നത്. അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മനസ്സിലത് അറിയാൻ പറ്റാത്തത് നമ്മൾ. അപ്പൊ ഇനി ആ കണ്ണാടിയിലെ അഴുക്ക് നീക്കം ചെയ്ത് കണ്ണാടി ശുദ്ധമായി കഴിഞ്ഞാൽ അതിനകത്ത് പ്രതിബിംബങ്ങൾ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഈ മനസ്സിലെ അഴുക്ക് നീക്കം ചെയ്തു കഴിഞ്ഞാൽ, മനസ്സിലെ നേരത്തെ പറഞ്ഞല്ലോ, ആഗ്രഹമാകുന്ന കാമങ്ങളാകുന്ന അഴുക്ക് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആത്മാവിന്റെ ആത്മപ്രതിബിംബം മനസ്സിൽ പതിയാനിട വരും എന്നാണ് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്തത് ഗർഭത്തിലുള്ള ശിശുവിനെ മൂടിയിരിക്കുന്ന പാട പോലുള്ള ഒരു നേരിയ ചർമ്മം, അതിനാണ് ഉൽബം എന്നാണ് അതിനെ പറയുക, ജരായു എന്നൊക്കെ പറയും. അപ്പോ ഈ ചർമ്മം മറുപിള്ള എന്നൊക്കെ പറയില്ലേ, ഇത് പൊട്ടിച്ചാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതേപോലെയാണ് ഇന്ദ്രിയങ്ങളില് ആത്മാവിന് മറ ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളില് ഈ ആഗ്രഹങ്ങള് ഇതുപോലെ ഒരു ചർമ്മമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ, നേരിയ ഒരു തോല് കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിനെ പൊട്ടിച്ചു കഴിഞ്ഞാലാണ് ആത്മാവാകുന്ന ശിശു വ്യക്തമായിട്ട് പുറത്തേക്ക് വരിക എന്ന് പറയുക. അതാണ് 3 തലത്തിൽ പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഈ ഇന്ദ്രിയ തലത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാമം കൂടി മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജഗത്തിൽ എല്ലായിടത്തും ആത്മാവിനെ തന്നെ ദർശിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാണുന്നത് മുഴുവൻ
ബ്രഹ്മമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ പറ്റുന്നില്ല. കാരണം ഇന്ദ്രിയങ്ങളില് ആ മറ, ഒരു ആവരണം ഉണ്ടായിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ ആവരണം ചെയ്തിരിക്കുകയാണ് ഈ ആഗ്രഹങ്ങൾ, കാമം. ഇന്ദ്രിയങ്ങളുടെ തലത്തിലും അതിനെ ഒരു മറയായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തില് നേരത്തെ പറഞ്ഞ 2 ശ്ലോകത്തിലെ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കിയിട്ട് പറയണം, ഒന്നുകൂടെ ഉറപ്പിച്ച് പറയണം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ 39ാമത്തെ ശ്ലോകത്തില്. അതും കൂടി ചൊല്ലിക്കോളൂ. ആവൃതം ജ്ഞാനമേദേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പുരേണാനലേന ച. അടുത്ത ശ്ലോകത്തില് 39ാമത്തെ എന്താണ് അതിൽ പറയുന്നത്? ആവൃതം ജ്ഞാനമേദേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ നലേന ച. എന്താണത് സൂചിപ്പിക്കുന്നത്? എന്താണ്? അതിനെ നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാനാണ് എന്ന് പറഞ്ഞു അല്ലെ. കൗന്ദേയ അർജുനോട് പറഞ്ഞു, അർജുന ദുഷ്പൂരേണ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ അനുഭവിച്ചാലും തൃപ്തി വരാത്തത്. അനലേന ച എന്ന് പറഞ്ഞാൽ അഗ്നിയില് വിറക് ഇടുന്തോറും അഗ്നി എന്ത് സംഭവിക്കാം? കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അതേപോലെ അനുഭവിക്കും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, കൂടിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനിനോ നിത്യവൈരിണ, ജ്ഞാനിയുടെ ഈ നിത്യശത്രുവുമായ ഏതേന ഈ കാമദൃശ്യത്താൽ ജ്ഞാനം ആവൃത, ആത്മാനുഭവം മറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അർജുനോട് പറയാണ് ഈ കാമത്തിന്റെ ആ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് രാജസികമായിട്ടുള്ള കാമം, എത്രയൊക്കെ അനുഭവിച്ചാലും തൃപ്തി വരില്ല അല്ലെ, തൃപ്തി വരുന്നില്ല. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ അഗ്നിയില് വിറകിട്ടും തോറും കൂടുതൽ കൂടുതൽ ജ്വലിക്കുന്നതോ അഗ്നി ജ്വലിക്കുന്നത് പോലെ അനുഭവിക്കും തോറും ഈ കാമം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ കാമം ജ്ഞാനിയുടെ ശത്രുവാണ്, നിത്യശത്രുവാണ്, എപ്പോഴുമുള്ള ശത്രുവാണ് ഈ കാമം, ഈ ആഗ്രഹം എന്ന് പറയും. അപ്പൊ ഈ കാമങ്ങൾ നിറഞ്ഞിരിക്കുമ്പോ ആത്മാനുഭവം മറക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാം. കാമമാണ് ആത്മാനുഭവത്തെ മറയ്ക്കുന്നത്. ജ്ഞാനിനോ നിത്യവൈരിണ, ജ്ഞാനികൾക്ക് എപ്പോഴും ശത്രുവാണിത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകള് ഈ ലൗകികമായ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് സുഖമാണ് അല്ലെ. ശരിയല്ല? എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സുഖമാണ്. അപ്പൊ ആ സുഖം പുറമേണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സുഖത്തിനെ കുറിച്ച് അറിയാത്തതാണ് അതിന് കാരണം. ഉള്ളിൽ നിന്ന് കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞാൽ ആത്മസുഖം അല്ലെ. നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവിന്റെ ഒരു സ്വരൂപമുണ്ട് അല്ലെ, സച്ചിദാനന്ദം, ആ ആനന്ദം, ആ സുഖം. അപ്പൊ ആത്മാവിൽ നിന്ന് കിട്ടുന്ന സുഖത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ട്, അതാണ് അവിദ്യ എന്ന് പറയുന്നത്, ഇഗ്നോറൻസ്. ആ ഇഗ്നോറൻസ് ഉള്ളത് കൊണ്ടാണ് പുറമെയുള്ള സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവിദ്യ ഏതുവരെ നിലനിൽക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് ആ സത്യം ഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആത്മതത്വം അന്വേഷിക്കണം. നമ്മൾ ഉള്ളില് മനനം ചെയ്തത് ഉറപ്പിക്കണം. അപ്പൊ ഗുരുവിൽ നിന്ന് സത്യം എന്താണെന്ന് കേട്ട് അതിനെ നമ്മൾ അന്വേഷിക്കുക, ആത്മതത്വം ഉള്ളിൽ അന്വേഷിക്കുക. അത് കണ്ടെത്തുന്നത് വരെ ഈ അവിദ്യ നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഈ അവിദ്യയാണ് ആഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇഗ്നറൻസ്, അറിവില്ലായ്മയാണ് ആഗ്രഹങ്ങൾക്ക് കാരണം. ആ ആഗ്രഹങ്ങളാണ് പിന്നെ കർമ്മം ചെയ്യാനുള്ള പ്രേരണ നൽകുന്നത്. അതാണല്ലോ, ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ പണികൾ എടുക്കുന്നത് അല്ലെ. ശരിയല്ല? അതിനു വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ ആഗ്രഹങ്ങൾ, ഈ കാമം കർമ്മം ചെയ്യാനുള്ള പ്രേരണ വരും. അപ്പൊ എന്ത് സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മത്തിലെ ഫലം അല്ലെ, കർമ്മഫലത്തിൽ ചോദിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അപ്പൊ ആ കർമ്മഫലത്തിന്റെ അതിലൂടെ ഇശ്വരിക്കുമ്പോ വാസനകൾ കൂടാൻ തുടങ്ങും. അപ്പൊ വാസനകൾ കൂടുന്തോറും അവിദ്യ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കും. ഇതിങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ അവിദ്യ ശക്തി കൂടും, ശക്തി പ്രാപിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? വീണ്ടും കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അജ്ഞാനം നിലനിൽക്കുന്നുണ്ട്, അതിൽ നിന്ന് വീണ്ടും വാസന ഉണ്ടാവുന്നു. ഇങ്ങനെ ഈ ഒരു എന്താ പറയാ, അവിദ്യയിൽ നിന്നുണ്ടാവുന്ന ആഗ്രഹങ്ങളുടെ കർമ്മചക്രത്തിൽ ഇങ്ങനെ
ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാമത്തെ ജ്ഞാനിയുടെ നിത്യശത്രുവായിട്ട് ഭഗവാൻ പറയാനുള്ള കാരണം. അപ്പൊ ഈ കാമത്തെ ജയിച്ചു കഴിഞ്ഞാൽ കർമ്മവാസന ക്ഷയിച്ചു തുടങ്ങും. കർമ്മവാസന ക്ഷയിച്ചാലോ അവിദ്യ മാറും, പിന്നെ ഉള്ളിൽ ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ശത്രുവിനെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ശത്രു എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, അല്ലെ? അതിന്റെ ഒളി സങ്കേതം എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. കാരണം ശത്രുക്കൾ നമ്മൾ ആക്രമിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ശത്രുവിനെ നിഗ്രഹിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് പല ഭാഗത്ത് ചെന്ന് ഒളിച്ചിരിക്കും ശത്രുക്കൾ, അല്ലെ? ശരിയല്ലേ? അപ്പൊ ഈ ശത്രുക്കൾ എവിടെയാണ് ഒളിഞ്ഞിരിക്കുക? ശത്രു എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ ശത്രു? കാമമാണെന്ന് പറഞ്ഞു, അല്ലെ? ജ്ഞാനിയുടെ നിത്യശത്രുവാണ് കാമം എന്ന് പറഞ്ഞു. അപ്പൊ ആ ശത്രുവായിരിക്കുന്ന ഈ കാമം എവിടേക്കാണ്, ശത്രു എവിടേക്ക് ഒളിച്ചിരിക്കണമെന്ന് അറിയണം. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് ജ്ഞാനിയുടെ നിത്യശത്രുവായിട്ടുള്ള ഈ ഒരു കാമം അത് എവിടെയൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ കാമം ഒളിഞ്ഞിരിക്കുന്ന അതിന്റെ ഒളിത്താവളങ്ങൾ, സങ്കേതങ്ങൾ, ഗൂഢസങ്കേതങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, യെസ്. കണ്ണുകൾ അടച്ചു വെക്കൂ. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തിരിക്കുക. ദീർഘമായി ശ്വാസമെടുക്കൂ. സാവകാശം പുറത്തേക്കിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ വിശ്രമിക്കൂ. ഓം സം സമിത്യുപസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പതി സമിധ്യസി സനോവശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംഭോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതി സമാനോ മന്ത്രസ്സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഊഹവിഷാ ജുഹോമി സമാനീവ ആകൂദിത് സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായി ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്കിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.